മക്കളെ മുട്ടിൽ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മൗന പ്രാർത്ഥന സമയം. കാരണം നമ്മൾ വലിയൊരു ധ്യാനം കൂടിയിട്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അവർ 3 ദിവസമായി എൻ്റെ കൂടെ കൂടിയിട്ടെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞുവിടത്തില്ലെന്നുള്ള സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛനിവിടെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ഭിന്നിച്ച് താമസിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാത്തവർ, വീട്ടിലെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് രീതിയിൽ കൊണ്ടുപോകും, അവരെന്ത് പഠിപ്പിക്കും, എവിടെ ജോലി കിട്ടും അവർക്കെന്ന് അറിയാൻ പാടില്ലാതെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ഒരു കൊല്ലമായി തർക്കിക്കുന്ന, സംശയിക്കുന്ന, സംസാരിക്കുന്ന, തീരുമാനമെടുക്കാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ തീരുമാനമെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെങ്കിലും വരണേ സ്വരത്തിൽ പാടുക. മക്കളെ, സാമ്പത്തിക തകർച്ചയുള്ളവര്, കടക്കണിൽ അകപ്പെട്ടിരിക്കുന്നവര്, രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവര്, ആരും സഹായിക്കാനില്ലാത്തവര്, ആലംബമില്ലാത്തവര്, കർത്താവേ, അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, 7 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിനും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര്, വർഷങ്ങളായ മരുന്ന് കഴിക്കുന്നവര്, വർഷങ്ങളായ ആശുപത്രിയും ഡോക്ടർമാരെ മാറി മാറി നടക്കുന്നവര്, അവിടെ ജനിതക തടസ്സങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും വിട്ടുമാറുന്നതിന് വേണ്ടിയും ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ പിതാവേ, അങ്ങനെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരായി നിൽക്കുകയാണ്. അവരെ ചൊരിഞ്ഞ കണ്ണുനീരിന് കാറുതിയും കണക്കുമില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ഇടമില്ല, ഓടിയൊളിക്കാൻ ഇടമില്ലെന്ന് അങ്ങയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ മക്കൾ, മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മക്കൾ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ പള്ളിപ്പോലും മക്കൾ പോകാതെ ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ഓടിയൊളിക്കാൻ ഇടമില്ലാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ കണ്ണുനീരുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ചു താമസിക്കുന്ന പോലെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു താമസിക്കുന്ന മക്കളുണ്ട്. ഈശോ, അവരെ നീ പാതാളത്തിൽ ഇറങ്ങി കൂട്ടിക്കൊണ്ടു വന്നതുപോലെ കർത്താവെ, മനുഷ്യൻ്റെ പാതാളങ്ങളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിനെ ഉയർത്തുന്നതിന്റെ ശക്തി നിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ജീവിതാവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ.
കർത്താവേ, അങ്ങ് ധ്യാനത്തിൽ പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഹൃദയം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അവർ പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ മുപ്പതും 60 100 മേനി കായ്ക്കുന്ന കൃപയുടെ വിളനിലമായി ഞങ്ങളുടെ മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ജെയ്സൺ. ഞാൻ മലയാറ്റൂരിനടുത്ത് നടുവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വന്നത് ഒരു ടൂറ് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ എന്താ നടക്കണതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഉടമ്പടി എടുത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൻ വന്നായിരുന്നു, അവനും ഉടമ്പടി എടുത്ത് പോയി. അവരൊക്കെ ഉടമ്പടി എടുത്തത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇതെൻ്റെ ഭർത്താവ് ജെയ്സൺ, ഇത് എൻ്റെ മകൾ റോസ്മേരി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ടാമത്തെ മകൻ സെമിനാരിയിൽ പഠിക്കണേ. അപ്പോൾ അവൻ പറയും അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെപ്പോഴും പറയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും. അങ്ങനെ ചെയ്യുന്ന മക്കളായിരുന്നു. പക്ഷേ ഒത്തിരി നാളായിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് താമസം വരുമ്പോൾ പ്രാർത്ഥനയിൽ കുറേ അകന്നു പോയി തുടങ്ങി. കുർബാന ഡെയിലി പോയിക്കൊണ്ടിരുന്നതൊക്കെ ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഓരോ ഇതുങ്ങൾ വന്നുകൊണ്ടിരിക്കണത്. എൻ്റെ മകളാണെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കണില്ല. അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് എന്നോട് പറയുന്നുണ്ട് നീ പോയി ഒരു ഉടമ്പടി എടുക്കുക. പിന്നെ ഞാനൊരു കിഡ്നിയിലൊരു കംപ്ലൈൻ്റ് ഉള്ളൊരു വ്യക്തി കൂടിയാണ്. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി വരുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക്. അതൊരു 5 വർഷത്തോളമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ പോയി ഒരു ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഞാനതിനൊന്നും കൂട്ടാക്കാറില്ല. ഞാൻ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തു. ഉടമ്പടിയിൽ എൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റേതായിട്ടുള്ള രോഗത്തിൻ്റെ വിവരം അങ്ങനെയൊന്നും ഞാൻ വെച്ചിരുന്നില്ല.
പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയതിൻ്റെ അത് ഫസ്റ്റ് തന്നെ തുടങ്ങിയത് എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം, കുർബാനയ്ക്കൊക്കെ മുടങ്ങാണ്ട് പോകാൻ പറ്റണം, ആ ഒരു ഇതിനകത്ത് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ഫസ്റ്റ് വന്നത്. പിന്നീടാണ് ഫസ്റ്റ് ഞാൻ നിയോഗം വെച്ചത്, പിന്നീടാണ് ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചോളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഉടമ്പടി 90 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരും നല്ല ഇതായിട്ട് സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ് നടന്നു കിട്ടിയത്. എൻ്റെ ഭർത്താവിന് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജിയുടെ അസുഖം അത് മാറിക്കിട്ടി. അതെൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എനിക്ക് 30 വർഷമായിട്ട് തുമ്മലിൻ്റെ ഒരു അലർജിയാണ്. അപ്പം നമുക്ക് വെളുപ്പിന് തന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് തടസ്സമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ് കുർബാനയ്ക്ക്. അപ്പം ഞാൻ ഈ തുമ്മൽ കാരണം മറ്റുള്ളവർക്കൊരു അസ്വസ്ഥത വരണ്ടല്ലോ എന്ന് വിചാരിച്ച്, ദൈവമേ, ഞാൻ ഏറ്റവും ബാക്കിലേക്ക് വന്ന് അവിടെ കുർബാനയൊക്കെ കൂടി ഇവള് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര മാറ്റം. തുമ്മലൊന്നും മഞ്ഞില്ല. കാലത്ത് തന്നെ വെളുപ്പിന് തന്നെ ഇവളെന്നെ 5 മണിക്ക് എനിക്ക് വിളിച്ചെണീപ്പിക്കും. ഞാൻ കുളിക്കും, എന്നിട്ട് പള്ളിയിൽ പോകും. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തുമ്മലും വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ്. അപ്പം വീണ്ടും എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണമെന്ന്. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ പോയി നിന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, അവിടെ വന്ന ചേട്ടൻ ചോദിച്ചു, നീ ഏറ്റവും ബാക്കിൽ നിന്നവൻ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ കയറി നിൽക്കാണല്ലോ, അതെന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ്, കൃപാസന മാതാവ് ഒരു അനുഗ്രഹം തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ തുമ്മൽ മാറി കിട്ടി. അതിന് പേരിൽ ഞാൻ എൻ്റെ പഴയ സ്ഥാനത്തേക്ക് എന്നെ വന്നേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കാലത്ത് തന്നെ ഇവളാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് 5 മണിക്ക്. ഞാൻ എനിക്കും അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ചെറുതായിട്ട് ഞാൻ കൂടും, എന്നിട്ട് നേരെ പള്ളിയിൽ പോകും. അപ്പം അങ്ങനെ ഒരു ദൈവാനുഗ്രഹം മാതാവ് വഴി എനിക്ക് ലഭിച്ചു. എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്, ഈ ദൈവാനുഗ്രഹം എല്ലാം കിട്ടിയത്. അപ്പോൾ അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യം നടന്നത്, ഒരു 18 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഒന്ന് മാറ്റിയിടണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും പല കാരണങ്ങളാൽ നടന്നിരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ മാറ്റിയിടാൻ, ആ ആഴ്ചയിൽ തന്നെ അത് മാറ്റിയിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അതിര് കെട്ടി തിരിച്ചിക്കണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, എപ്പോഴും പാമ്പിൻ്റെയൊക്കെ ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ അതിര് തിരിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് ഞാൻ ഉടമ്പടി എടുക്കണേൽ ഒരാഴ്ച മുമ്പേ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എങ്ങനെയൊക്കെയോ വന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടി തീർക്കാൻ സാധിച്ചു. പിന്നെ 3 വർഷത്തോളമായിട്ട് മകള് ജർമ്മനിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച്, അവൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടന്നപ്പോൾ 90 ദിവസത്തിനല്ലേ ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടും, ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചു, ഇവളെ എന്ന് പോകുന്നോ അന്ന് ഇവളെ ഉടമ്പടി എടുപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഇവിടെ വന്ന് അവളെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനി അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾക്ക് ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാവരും എൻ്റെ മകൾ തന്നെ പറയും. എൻ്റെ പേര് റോസ്മേരി ജെയ്സൺ. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ അവസരം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 3 വർഷമായിട്ട് ജർമ്മൻ പഠിക്കുകയാണ്, ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകാനായിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഇൻടേക്ക് എനിക്ക് മിസ്സായി. കാരണം VFSൻ്റെ ഡേറ്റൊക്കെ എടുത്തതായിരുന്നു, പക്ഷേ എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും വന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള മിക്കവരും തന്നെ ജർമ്മനിയിലേക്ക് കയറിപ്പോയി. പക്ഷേ എന്നിട്ടും ഞാനിവിടെ തന്നെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ, നിനക്ക് ഉടമ്പടി എടുക്കാറുന്നില്ലേ, കൃപാസനത്തിൽ പോകാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു.
പക്ഷേ എനിക്കങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മതിയെന്നുണ്ടോ, എവിടെയായാലും പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മച്ചിയുടെ ഒപ്പം ജസ്റ്റ് ഞാൻ വന്നതാണ്. അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, അമ്മച്ചി എടുത്തു. പക്ഷേ അമ്മച്ചിയുടെ ഉടമ്പടിക്ക് ശേഷം ഞാൻ അമ്മച്ചിയോടൊപ്പം പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ബൈബിൾ വായിക്കുകയും എനിക്ക് കുറേ ആത്മീയതയിലേക്ക് വളരാൻ പറ്റി. എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി, എനിക്ക് കുറേ ബൈബിൾ വായിക്കാൻ പറ്റി. അങ്ങനെ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ എനിക്ക് മോക്ക് ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും എൻ്റെ തലയിൽ തൈലം പൂശുകയും തേൻ നാവിലൊഴിച്ച് തരുകയും അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂ എന്നൊന്നും ഭയങ്കര പാടായിരുന്നു. ഞാൻ പൊട്ടുമെന്ന് തന്നെ വിചാരിച്ചായിരുന്നേ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇനിയും തോറ്റ് കഴിഞ്ഞാൽ ഇനി ഈ ഇൻടേക്ക് മിസ്സാവും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറയാം, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് ഈ മെയിൻ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്ത് തന്നു. മെയിൻ ഇൻ്റർവ്യൂവിൽ ഞാൻ വീണ്ടും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു ഉറപ്പ് വന്നു. കൃപാസന മാതാവിന് നല്ല ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. മെയിൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് വേണം എന്നിലൂടെ സംസാരിക്കാൻ. കാരണം എനിക്കൊന്നും അറിയില്ല. എന്നെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചത് മാതാവാണ്. കാരണം എനിക്കൊരു മെറിറ്റും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈശോൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഞാനായിരിക്കില്ല സംസാരിച്ചത്, മാതാവാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണത്. കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ അത് ജയിച്ചത്. അപ്പോൾ എന്നെ മോക്ക് ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിച്ച മാതാവ് മെയിൻ ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെയിൻ ഇൻ്റർവ്യൂവിൽ മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നിലൂടെ മാതാവ് വേണം സംസാരിക്കാൻ. എന്നോട് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാൽ മതി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണമെന്ന്. അങ്ങനെ എന്നെ കറക്റ്റ് അവർ അങ്ങനെ തന്നെ എന്നോട് ചോദിച്ചേ. ആകെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, എന്നോട് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചോളൂ. അങ്ങനെ അപ്പം തന്നെ എനിക്ക് ഉറപ്പായി. അവരെന്നോട് പറഞ്ഞു ജർമ്മനൊക്കെ നല്ലതാണ്. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ജയിക്കും. എനിക്ക് മാതാവിൽ നല്ല വിശ്വാസം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് കുറേ തടസ്സങ്ങൾ വന്നു. ഇവിടെ ഞാൻ അന്ന് അമ്മച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയാവണ്ടായിരുന്നില്ല. വിസയ്ക്ക് വെച്ചപ്പോഴും എൻ്റെ ആദ്യത്തെ വിസ VFS ഡേറ്റ് എടുത്തിട്ട് അന്ന് എൻ്റെ കോൺട്രാക്റ്റ് വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വിസ വയ്ക്കായിരുന്നു. അത് ജനുവരി 8-ാം തീയതിയാണ് വിസ വെച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി അവിടെ ജോയിനിങ് ഡേറ്റ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് വിസ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇങ്ങനെ അവരുടെ ഇൻടേക്ക് മാറ്റി വെച്ചു, ആകെ കുറച്ച് സമയമുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഒപ്പം കഴിഞ്ഞ ആഴ്ച 22-ാം തീയതി ജനുവരി വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മെയിൽ വന്നു, ഇത് അപ്രൂവായി, മെയിൽ അവിടെ നിന്ന് ഡിസ്പാച്ചായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് വന്നു. ഇന്നലെ ഉച്ചയോട് കൂടി എനിക്ക് വിസ കയ്യിൽ കിട്ടി. ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്തു. നാളെ ഞാൻ രാവിലെ പോവാണ് ജർമ്മനിക്ക്. 7:50 ഫ്ലൈറ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യത്തെ മെയിൻ ഇൻ്റർവ്യൂ ഒരു ദിവസമായിരുന്നു. അന്ന് എനിക്ക് ആ മെയിൻ ഇൻ്റർവ്യൂ നടന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു ആ മെയിൻ ഇൻ്റർവ്യൂ എന്തിനായിരിക്കും മാറ്റി വെച്ചാൽ അതങ്ങനെ നടന്നു പോയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാമായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായി അത് എന്തിനാണ് മാറ്റി വെച്ചതെന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്ന കാരണം അവിടെ മൊത്തം ഒച്ചപ്പാടും ഇതൊക്കെയായിരുന്നു, ഭയങ്കര ഒച്ചയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഏജൻസിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലിരുന്നാണ് അറ്റൻഡ് ചെയ്യണേ. വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു സമാധാനവും ആ ഒരു കംഫോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഏജൻസിയിൽ പോയിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അവരുടെ ജർമ്മനിയിൽ അവിടുത്തെ ആ ഇൻ്റർവ്യൂ അവിടെ മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഏജൻസിയിലിരുന്ന് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവൾക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം അവളോട് ആ ഏജൻസിയിലിരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ എന്നോട് എങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൊട്ടിയേനെ. എനിക്ക് അത് ജയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കണേ മാതാവാണ് എന്നെ ആ ഇൻ്റർവ്യൂ
വേറൊരു ദിവസത്തേക്ക് ആക്കുകയും എനിക്കത് ജയിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്, ഈശോ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അമ്മച്ചി എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞു, എന്താണോ റോസ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി ഒരാൾ ജയിക്കുമെന്നോ അല്ലെങ്കിൽ 1-ാം തീയതി ആണ് ഇൻ്റർവ്യൂന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷേ പിന്നെ മനസ്സിലായി എൻ്റെ കോൺട്രാക്റ്റിൽ അവിടെ ജോയിനിങ് ഡേറ്റ് തന്നേക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലായി. പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 23 എന്ന് പറയുന്ന ഒരു സംഖ്യ അമ്മച്ചിയുടെ മനസ്സിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ജനുവരി 23-ാം തീയതി എനിക്ക് വിസ വരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നു. പക്ഷെ അന്ന് ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കാം അമ്മച്ചി ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചോളൂ അതെന്തായിരിക്കും റോസ് ഈ 23-ാം തീയതി എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും മാതാവ് എനിക്ക് അതിനെ കാണിച്ചു തന്നേന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിസ വെച്ചപ്പോൾ തൊട്ട് ഇന്നലെ വരെയുള്ള ഡേറ്റ് ഞാൻ എണ്ണി നോക്കിയപ്പോഴാണ് കറക്റ്റ് 23-ാമത്തെ ദിവസം. കാരണം ഞാൻ ജനുവരി 8-ാം തീയതി വെച്ചു, എനിക്ക് വിസ ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടി. കറക്റ്റ് 23 ദിവസമായപ്പോൾ എനിക്ക് വിസ കയ്യിൽ കിട്ടി. അത് മാതാവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്ന് ഇവിടെ പാസ്പോർട്ട് വെച്ച് മാതാവിൻ്റെ രൂപത്തും വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഒരു 5 മണിക്കൂറോടെ ഞങ്ങൾ നിന്നായിരുന്നു. അതും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. ഒരുപാട് നന്ദിയുണ്ട്. ഈ അനുഗ്രഹമൊക്കെ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, അവൾക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് അവിടെ കയറണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1-ാം തീയതി അവിടെ ചെല്ലണം, 3-ാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടി ഞങ്ങൾക്ക് നീട്ടി കിട്ടി. അതുകൊണ്ടാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചെന്ന് കയറാനായിട്ടുള്ള സൗകര്യം അതും മാതാവ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 100,000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് ചെയ്യണത്, ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും തന്നെ ഇവിടെ വന്നു എന്ന് തന്നെ പറയാം. 3 മാസം ഇവിടെ വന്നു. ഇതിൻ്റെ പത്രിക ഇത് മേടിച്ചുകൊണ്ട് പോകും, കൃപാസന പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോവാത്തത് കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ടാണ്, ഭർത്താവാണ് പത്രം കൊടുക്കണത്, ഞങ്ങളെന്നെ ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഭർത്താവ് എല്ലാ പത്രവും കൊണ്ട് കൊടുക്കും. പിന്നെ ഉടമ്പടി പുതുക്കി ഇപ്പോൾ കിട്ടിയ പത്രവും കൊടുത്ത് തീർന്നിടതേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉടമ്പടി പുതുക്കിയത്. പിന്നെ 2-3 കൂടി അതിനകത്ത് ബാക്കിയുള്ളൂ, അത് കൊടുക്കണം. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് കഴിയണ സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതി ഒരു പ്രാവശ്യം അങ്ങനെ കൊണ്ടു. പിന്നെ അവിടെ അടുത്ത് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് നടത്തണേ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഭക്ഷണം കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂട്ടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വലിയ സ്പീക്കറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് അവിടെ സാക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ ചൊവ്വാഴ്ചയിൽ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ഞങ്ങൾ കൂടുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് 100,000 നന്ദി. ഞങ്ങൾക്ക് മാധ്യസ്ഥം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 100,000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാനൊക്കെയിട്ടൊക്കെ അങ്ങനെ ഇത് മടിയായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകണു. പിന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. കൊന്ത ചെല്ലാനും അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റണു. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങൾ ഈശോ വളർത്തി. അതിനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ടീന, ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ. ഞങ്ങളിവിടെ ആലപ്പുഴ പൂങ്കാവ് ഇടവകയിലുള്ളവരാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അസഹനീയമായ കൈവേദനയായിരുന്നു. പുള്ളിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2017 ഈ സിസ്റ്റ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഈ കൈവേദന വരുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് തൈറോയിഡിൻ്റെ വേരിയേഷനിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൈവേദന വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വേദന തുടർന്നു മാസങ്ങളായി, സഹിക്കാൻ പറ്റാതെയായി. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ വേദന കൊണ്ട് എണീറ്റിരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ കരച്ചിലായി.
അങ്ങനെ ഒരു ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഇങ്ങനെ 2023 ഓഗസ്റ്റ് 23 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഉടമ്പടി എടുത്ത് അപ്പോൾ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ബുധനാഴ്ച ഉടമ്പടി എടുത്തു. വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം മുഴുവൻ വന്ന് തടിച്ച് പൊങ്ങി, ചുവന്ന കളറിൽ ഫുള്ള് തടിച്ച് പൊങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങളാകെ എല്ലാവരും വിഷമിച്ചു. അങ്ങനെ ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മെഡിസിൻ ഇനി പറ്റത്തില്ല, നിങ്ങൾ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, എന്തോ ഞരമ്പ് സംബന്ധമായ എന്തോ അസുഖമായിരിക്കാം, നിങ്ങൾ ന്യൂറോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ന്യൂറോ ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പേര് തിരക്കി കാര്യം പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ആദ്യം എഴുതിയത് നിങ്ങൾ MRI സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം MRI സ്കാൻ ചെയ്യാൻ പോയി. 2 ദിവസത്തിന് ശേഷമാണ് MRIയുടെ റിസൾട്ട് വന്നത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഉരുകിത്തീർന്നു. MRI ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ തക്കതായ എന്തോ അസുഖം ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ടെൻഷനിൽ ഞങ്ങൾക്ക് ഏക ആശ്രയം മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പുള്ളിയുടെ 2 കൈയിലും, അതിന്നും തുടരുന്നുണ്ട്, 2 കൈയിലും എണ്ണ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ഉപ്പ് ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് നാക്കിലിടുകയും ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ MRIയുടെ റിസൾട്ട് കിട്ടി. റിസൾട്ടുമായി ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നത്തെ ആൾ കയറിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു ധൈര്യമില്ല, മാതാവ് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു. ഞങ്ങൾ അകത്ത് കയറി MRIയുടെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, തനിക്ക് എന്താണ് സത്യത്തിൽ, തനിക്ക് ഒരു കുഴപ്പവും ഇല്ല, തനിക്ക് ആരാ പറഞ്ഞ തനിക്ക് കൈവേദനയുണ്ടെന്ന്. MRI റിസൾട്ടിൽ തനിക്ക് ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മരുന്നോ പേരോ ഒന്നും എഴുതിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പോലും ഇല്ല. അപ്പം ഞങ്ങൾക്കതൊരു വിശ്വാസമുണ്ട്, അത് മാതാവാണ് ഞങ്ങൾക്കതങ്ങനെ മാറ്റി തന്നത്. കാര്യം മാസങ്ങളായിട്ട് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒരു വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല. അത്ര കൈവേദനയായിരുന്നു. ഉറക്കമില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി മരുന്ന് കഴിച്ചതാണ്. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു അസുഖത്തിന് പുള്ളി ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനൊരു വേദന ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ 2-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പബ്ലിക് സെക്ടർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പൊതുമേഖലാ സ്ഥാപനത്തിലാണ്. കൊറോണയ്ക്ക് ശേഷം സ്ഥാപനം ആകെ തകർന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി പോലും മാസങ്ങളായിട്ട് സാലറി പോലും ഇല്ല. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതായത് പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആകെ മുതൽക്കൂട്ടെന്ന് പറയാൻ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റിത്തരാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒരു സ്റ്റേഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നശിച്ചു പോകുന്ന സാധനങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങണം, ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം കൂടെ ആകണം. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഉടമ്പടിയിൽ വെച്ചത്. എനിക്കൊരു എന്നെ സഹായിക്കണം, എനിക്ക് അതിന് വേണ്ടി കൂടി ഒരു മാർഗ്ഗം മാതാവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ പോയി വാടകയ്ക്ക് കടകളെടുക്കാൻ, സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടി
വാടകയ്ക്ക് കടകളൊക്കെ പോയി നോക്കി, 3-4 സ്ഥലത്ത് തിരക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സ്റ്റേഷനറി അങ്ങനെ ഒന്നും തുടങ്ങണ്ട, നമുക്ക് സ്വർണ്ണ പണയത്തിൻ്റെ ഒരു സ്ഥാപനം നടത്താം. അതാകുമ്പോൾ നമുക്കതിനെ കൊണ്ട് നഷ്ടവും ഇല്ല, ഒരു ദിവസം അടച്ചിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ആക്കിയാലും അതിന് ബദലായി നമ്മുടെ കയ്യിൽ വരുമാനം വരും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത് പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നു, അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ 23 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. 11/12/23, അതായത് ആ വർഷം തന്നെ ഡിസംബർ 11-ാം തീയതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു സ്വർണ്ണ പണയ സ്ഥാപനം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങാമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുവാണ്. ഒരു ബാങ്ക് ബാലൻസോ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്ന ഞങ്ങളിപ്പോൾ മാതാവ് IT റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വരെ എത്തിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസഫച്ചൻ പറയുന്ന വാക്കുകൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് സത്യമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ, ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അങ്ങനെ വൃദ്ധസദനങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. സാമ്പത്തികമായാണേലും അല്ലാതെ ആണേലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രവിതരണം, അത് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങളിപ്പോൾ ദൂരെ എവിടെ പോയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞങ്ങളൊന്ന് വേളാങ്കണ്ണി പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് എന്നെക്കൊണ്ടാകുന്നവരോട് എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എൻ്റെ മരണം വരെ എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉടമ്പടിയിൽ തുടരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു.